വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ആയപ്പോൾ ഒരു 11:30ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. 17-ാം തീയതി ഞായറാഴ്ചയായിരുന്നു യാത്ര. 5:45-നുള്ള ഫ്ലൈറ്റാണ്. പക്ഷേ കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് ഇടയ്ക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ കൊച്ചിയിലോട്ടാണ്, അത്യാവശ്യം ദൂരമുണ്ട്. ഞങ്ങളുടെ വീട് പ്ലാമന്തോൾ കട്ടുപ്പാറ, അവിടെയാണ് ഹസ്ബൻഡിൻ്റെ വീട്. എൻ്റെ വീട് ചെർപ്പുളശ്ശേരി, ഞാൻ ചെർപ്പുളശ്ശേരിക്കാരത്തിയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടേക്കാൻ എൻ്റെ ഉപ്പയും വന്ന് പിന്നെ ഇവിടുന്ന് എൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ തൃശ്ശൂർ സൂവിൻ്റെ മുന്നിലാണ്, അതിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല തിരക്കുള്ള ദിവസം, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഈ തൃശ്ശൂർ സൂവിലൊക്കെ ഒരുപാട് മുന്നേ പോയതാട്ടോ, അടുത്തൊന്നും പോയിട്ടില്ല. ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുമ്പ് പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ടോൾ പിരിവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ടോൾ പിരിവിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ഉപ്പാൻ്റെ പോക്കറ്റിലെ ക്യാഷ് പോകാനാണ് നമ്മളീ പോകുന്നത്. ഈ ഒരു സംഭവം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഈ ഒരു വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു സങ്കടം എന്തായാലും മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവും അവിടെ എത്തിക്കഴിഞ്ഞാൽ. നൈസായിട്ടുള്ള യാത്രയായിരുന്നു. ഒരുപാട് ലോങ് ആണ്, ആ ഒരു പ്രശ്നം മാത്രം. ആദ്യമൊക്കെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ചിലപ്പോൾ ഉറക്കമൊക്കെ വരും, കാരണം കിടന്ന് ഉറങ്ങും, അതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ എയർപോർട്ടിൽ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വളരെ ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ പരമാവധി കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതെൻ്റെ സെക്കൻഡ് ട്രിപ്പാണ്. വിസിറ്റിംഗ് വിസയാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് 6 മാസം നിന്നിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇപ്പോഴും 6 മാസം നിൽക്കണമെന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങളിവിടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ എൻട്രിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ രണ്ടുമ്മാരും ഏകദേശമൊക്കെ ഒരു സൈഡോട്ടായിട്ടുണ്ട്, കാരണം പോവുകയാണല്ലോ, നല്ല ഫീലിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ ഉമ്മയും അത് രണ്ടുമ്മാരും ഉപ്പയും ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ രണ്ടാളും നല്ല സങ്കടത്തിലാണ്. ഉപ്പ പിന്നെ എന്നും നല്ല തമാശയും കളിയും ചിരിയും ആയതുകൊണ്ട് എന്തിനേയും ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു രസമാണ്, ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ ഉപ്പാൻ്റെ. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞ പെൺമക്കൾക്ക് പ്രത്യേകിച്ച് ഉപ്പാനോടുള്ള ഇഷ്ടം അത് വേറെ തന്നെയായിരിക്കും. ഉപ്പാക്ക് ഇങ്ങോട്ടാണെങ്കിലും നമുക്ക് അങ്ങോട്ടാണെങ്കിലും എല്ലാവരും ഒരുപോലെ തന്നെയാണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ ആനകളൊക്കെ നല്ല നല്ല നെറ്റിപ്പട്ടൊക്കെ വിരിച്ച് നിൽക്കുന്നത് കാണാം. അപ്പോൾ സംഭവം നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ഭംഗിയുണ്ട് കാണാൻ. മോൻക്ക് ഭയങ്കര പേടിയാണ്, ഒരു സൗണ്ടാണെങ്കിൽ കൂടി ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ ആനകളെയൊക്കെ പാടെ കണ്ടിട്ട് അവൻ ആകെ പേടിച്ച്, അവൻ വരുന്നില്ല, എനിക്ക് വയ്യ, പേടിയാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതാണ് കാണുന്നത്. എത്ര വിളിച്ചിട്ടും അവൻ വരാനേ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾ ഒരുപാട് വിളിച്ചു നോക്കി, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആനയാണ്, മോൻ വായോ, അവൻ കേൾക്കുന്നേ ഇല്ല. അവൻ ഈ ഒരു പരിസരത്തോട്ട് തന്നെ വരുന്നില്ല, പേടിയാന്നും പറഞ്ഞ് മാറി നിൽക്കുക ചെയ്തേ. ഞങ്ങൾ പോവാണ് നിങ്ങൾ പോയി അവിടെ ചെന്നിട്ട് കാണാ പറ. പുതിയ വീഡിയോസ് ഇടാ പറ. താങ്ക് യു പറ.
ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടില്ല, ഞങ്ങൾക്ക് നമ്പർ 4 ഗേറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെ സൈഡിലൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു 4 മണി ടൈമായിരുന്നു. മോനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കാൻ ഞാൻ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. അപ്പോൾ അവനെ കാണാനും പറ്റും. അവനാണെങ്കിൽ ടോയ്സ് കടയുടെ അവിടത്തേക്ക് പോവുക, തിരിച്ച് വരിക, ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു കോഫി കുടിക്കണം തോന്നി. ഇപ്പോൾ കോഫി ഷോപ്പിലോട്ട് വന്ന് ഈ ഒരു കോഫി വാങ്ങി, 2 കോഫി വാങ്ങി. എൻ്റെ ഒപ്പം വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു, അവർക്കും കോഫി വാങ്ങി. 180 രൂപയുടെ കോഫിയാണിത്. പൊരിഞ്ഞ ചാർജ്. ഞാനെല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു വല്ല ഡിസ്കൗണ്ടും തരുമോയെന്ന്. നമ്മൾ വല്ല ഡ്രസ്സ് കടയിൽ പോയി കഴിഞ്ഞാൽ ചോദിക്കില്ല, അതുപോലെ ചോദിക്കേണ്ടി വന്നു, അത്രക്കും ചാർജ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ മിച്ചു ഭയങ്കര ത്രില്ലില്ല, അവൻ മുന്നേ നടക്കുകയുണ്ടായിരുന്നേ. അവനക്ക് ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് നിൽക്കുമായിരുന്നു. അപ്പം അടുത്ത് പോവുക, സൗദിക്ക് പോവുക, എന്നാ പോകുന്നേ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലോട്ട് മൂവ് ചെയ്യാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ അവൻ നല്ല ഹാപ്പി ആയിട്ട് മുന്നിൽ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫ്ലൈറ്റിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. സൗദി എയർലൈൻസ് ആവുകൊണ്ട് തന്നെ അവരുടെ സർവീസൊക്കെ വളരെ നല്ലതാണ്. നല്ല സീറ്റാണെങ്കിലും എല്ലാം നല്ല പക്കയാണ്, എയർ ഇന്ത്യയെക്കാട്ടിലും പക്കയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഇതിൽ തന്നെയാണ് പോയത്, പക്ഷേ വരുമ്പോൾ എയർ ഇന്ത്യക്കാണ് വന്നത്. നല്ല മാറ്റമുണ്ട് രണ്ടും തമ്മിൽ. അപ്പം ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. മിച്ചുമൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്ത് അവിടെ കയറിയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലൊരു നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു ബ്രൈറ്റ്നെസ്, അത് ഒന്ന് വേറെ തന്നെയാണ്, നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഫ്ലൈറ്റ് പതുക്കെ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലൈറ്റ് യാത്രയല്ല, മെയിനായിട്ട് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങുന്നതും താഴുന്നതും, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പിന്നെ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അത്ര ഇതുമില്ല, ബോറടിക്കും. ഇത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പൊങ്ങുമ്പോഴും താഴുമ്പോഴും അതൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് പോകുമ്പോൾ നല്ലൊരു ഫീലായിരിക്കും. സെക്കൻഡ് ടൈം വലിയ കുഴപ്പമില്ല, കുറേ ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നും തോന്നിയില്ല, നല്ലതായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എന്തുകൊണ്ടും എനിക്ക് പോകുമ്പോൾ നല്ലൊരു ത്രില്ല് തന്നെയായിരുന്നു. നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ കാണാനല്ലേ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ട് കാണാനും പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. എത്ര പെട്ടെന്നാണ് നമ്മൾ മൂവ് ചെയ്തത്, ജസ്റ്റ് പൊങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ആകാശത്തോട്ടെത്തി. അത്രയും ഫാസ്റ്റാണല്ലോ ഇതിൻ്റെ എല്ലാം. നല്ലൊരു രസമാണ് കാഴ്ച കാണാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കേരളം ആവുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. മുകളിൽ നിന്ന് നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ആ പച്ചപ്പ് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ലൈവായിട്ട് വോയിസ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഈ ഒരു മോനുള്ളതുകൊണ്ട്. ഒറ്റക്കാണെങ്കിൽ ഞാൻ ചെയ്തേനെ, പക്ഷേ മോനുള്ളത് കാരണം നമുക്കത് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് എടുത്തിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാനെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഈ ക്യാമറയിലൂടെ കാണുന്ന പോലെയല്ല, നല്ല നീറ്റ്, നല്ലൊരു ഭംഗിയാണ് കാണാൻ. പച്ചപ്പ് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കണതാണ്, നല്ല രസമാണ്. പിന്നെ നമ്മൾ ആകാശത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മേഘങ്ങൾ തന്നെയായിരിക്കും, മുഴുവനും അത് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങാം. എനിക്കാണെങ്കിൽ കയറിയിട്ട് ഉറക്കവും വരുന്നില്ല. അതിനിടയ്ക്ക് മോനിക്ക് അവർ ടോയ് ബാഗൊക്കെ കൊടുത്ത് അതിലെന്തൊക്കെയോ കുറേ കാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഹാപ്പിയായി. ഇതൊക്കെ തരുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ തന്നിരുന്നെങ്കിൽ നമുക്കും ബോറടി മാറ്റായിരുന്നു. പിന്നെ ഉള്ളത് അതിലൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ടാവും, അതിൽ മൂവീസ് ഞാൻ നോക്കിയപ്പോൾ മലയാളം ഒന്നുമില്ല. അത് കാരണം തന്നെ ചടപ്പ്. എനിക്കാണെങ്കിൽ വേറെയുള്ള ഭാഷകളോട്ട് അറിയില്ല, അപ്പം പിന്നെ കാണാനും നിൽക്കില്ല. അങ്ങനെ ഉറക്കവും വരുന്നില്ല, അതുപോലെയൊക്കെ ആയിരുന്നു. ഒരു ചെറിയൊരു ഹെഡ്സെറ്റ്, അതുപോലെ ഒരു ബോട്ടിൽ ബാഗ്, അങ്ങനെ എന്തൊക്കെയോ അതിനകത്ത് ഉണ്ടായിരുന്നു അവനക്ക് കളിക്കാനായിട്ട്. നല്ലൊരു അവനക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ. ഒരു കീ ചെയിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഹാപ്പിയായി അവൻ. കുറേ നേരം അതുമ്പോൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നന്നായിട്ട് അവൻ കളിച്ചു നല്ലോണം.
ഇപ്പോൾ ആകാശത്തോട്ട് എത്തിയിട്ടുണ്ട്. പുറത്തെ വ്യൂ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അവൻ കാർട്ടൂൺ ഇട്ട് കൊടുത്തപ്പോൾ കാർട്ടൂണുമ്പോൾ കുറേ നേരം അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാൻ വാങ്ങിയത് മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. മോനിക്ക് ഞാൻ ഓറഞ്ച് ജ്യൂസാണ് എടുത്തത്. അപ്പോൾ നമുക്കത് അവരുടെ സേവനം എന്ന് പറയുമ്പോൾ നല്ല സേവനമാണ്. എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം നമുക്ക് എത്തിച്ചേരും. പിന്നെ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റേ എയർ ഇന്ത്യയിലൊക്കെ ആകുമ്പോൾ സ്ക്രീനൊക്കെ പൊട്ടി ഒന്നും ഒക്കെ ബ്രേക്കായിട്ടൊക്കെ ഉണ്ടാവും. ഒരു പുതപ്പൊക്കെ അവർ തന്നിട്ടുണ്ട്, ഒരു ബ്ലാങ്കറ്റ്. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് വാങ്ങാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് എത്തി. ഫുഡ് ഞാൻ വെജാണ് എടുത്തത്. മോനിക്ക് ഞാൻ ചിക്കൻ എടുത്തു. അപ്പോൾ ഇതിലെന്തോ ഒരു റൊട്ടിയുണ്ട്, പിന്നെ ഒരു പിക്കിളുണ്ട്, പിന്നെ എന്തോ ഒരു സംഭവം. ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല ഫസ്റ്റ്. പിന്നെ ഗുലാബ് ജാമുനുണ്ട്, പിന്നെ നമുക്ക് ടീയോ അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിക്കാനായിട്ടൊരു കപ്പുണ്ട്, പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള സ്പൂണ് ഫോർക്കൊക്കെ ഉണ്ട്, പിന്നെ ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. അപ്പോൾ മോനിക്ക് ഞാനെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്ത് അവന് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഒരു റൊട്ടിയാണ്, പിന്നെ എന്താ നാരങ്ങാച്ചാറാന്ന് തോന്നുന്നു. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്ക് അപ്പോഴും പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുള്ള ഒരു സംഭവം, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഗുലാബ് ജാമുനും ഒക്കെ നല്ല പക്കയായിരുന്നു. മോന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അവന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചൂടാണ്, അവൻ പൊള്ളി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പൊള്ളി എന്നാണ് പറയുന്നത് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ പിന്നെ ചൂടാറിയ ശേഷം പിന്നെ അവൻ കഴിച്ചപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ കഴിച്ചു. ഞാൻ ചോദിച്ചു ചൂട് ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ സൂപ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചോദിച്ചാലും സൂപ്പറാന്നേ പറയുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ ഞാൻ എൻ്റെ ഫുഡ് തുറന്നപ്പോൾ ഇതിലെന്തോ ബീൻസോ അതുപോലെ ക്യാരറ്റ് ഇവയൊക്കെ കൂടിയിട്ട് നടുവിൽ കുറച്ച് റൈസ്, പിന്നെ സൈഡിൽ വേറെ എന്തോ ഉരുളൻകിഴങ്ങും ബീൻസോ അങ്ങനെ എന്തുവാന്ന് തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയായിരുന്നു. എന്തായാലും ഞാൻ കഴിച്ചു, എടുത്തു പോയില്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ച്. വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. മോൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് വെജ് ആവുകൊണ്ടാന്ന് തോന്നുന്നു. റൈസും വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ട് കഴിച്ചില്ല ഞാൻ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴിച്ചത്. കുഴപ്പമില്ല. മോന് പിന്നെ ചൂടാറിയപ്പോൾ നല്ല എൻജോയ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അവനക്ക് ഫോർക്ക് മതി പറഞ്ഞിട്ട് ഫോർക്ക് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നല്ല പോലെ ഫുഡ് കഴിച്ചു. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്ത ആൾ അന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറയല്ലോ, കാണുന്ന പോലെയല്ല, ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. കുറച്ച് തൈരിൽ എന്തോ ഉഴുന്നുവട എന്താ ഇട്ട് മുക്കി വെച്ചിരിക്കുന്നു, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ച് കഴിച്ച് അവിടെ ഇട്ടു. എന്തോ നല്ല പുളിയാണ്. എനിക്ക് എന്താ സംഭവം ഇപ്പോഴും എനിക്ക് അതിൻ്റെ പേരറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അങ്ങനെ 6 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് സൗദി അറേബ്യയിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് പുറത്ത്. കാരണം നൈറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഇരുട്ടിലിങ്ങനെ ലൈറ്റ്സുകൾ, പലതരം ലൈറ്റ്സുകൾ ഇങ്ങനെ മിന്നി മറിയുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു അത്. പിന്നെ നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും പ്രഷറൊക്കെ കൂടുന്ന ടൈം. കാരണം നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്, സന്തോഷം എല്ലാം കൂടി. അപ്പോൾ ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിന്നു. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. പെട്ടെന്ന് തന്നെ പുറത്ത് ചാടി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെട്ടെന്ന് മൂവ് ചെയ്യാം. ഇമിഗ്രേഷൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ഫാസ്റ്റാക്കി എല്ലാവരും റെഡിയായി നിന്നു. മിച്ചും അതുപോലെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് കിടക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്നും പുറത്തോട്ട് കാൽ വെച്ചു. പിന്നെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബസ് നിർത്തിയിട്ടുണ്ടാവും. ആ ബസ്സിൽ കയറിയിട്ട് അങ്ങ് പോകണം നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റൺവേയിൽ നമ്മളില്ല, അപ്പോൾ എയർപോർട്ടിലേക്ക് കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് നടന്നു പോകാൻ സാധിക്കത്തില്ല, ഭയങ്കരമായിട്ട് ദൂരമാണ്. അപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ കയറ്റി അവർ കൊണ്ടുപോകും. ഈ ബസ്സിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ആളുകളെയൊക്കെ കയറ്റി അവർ കൊണ്ടുപോവുക ചെയ്യുക. ഒരു 3 കിലോമീറ്ററൊക്കെ ഏകദേശം ഇരിക്കണം ഇതിനകത്ത്. അതിനിടയ്ക്ക് ആരോ തല ചുറ്റി വീഴുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഇക്കാനെ കണ്ടു. ഇക്ക മോനെടുത്ത് മുന്നിൽ നടക്കുന്നുണ്ട്. ഉപ്പ ട്രോളി ഹസ്ബൻഡിൻ്റെ ഉപ്പ ഇവിടെ ഉണ്ട്. അവർ ട്രോളിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി റൂമിലോട്ട് പോവുകയാണ്.
ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നേ വിചാരിച്ചാൽ എൻ്റെ ഫോണേ മിസ്സായിപ്പോയി. എയർപോർട്ടിനകത്ത് നമ്മൾ ബാഗ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് ഇട്ടപ്പോൾ ഞാൻ ചെറിയ ഹാൻഡ് ബാഗിന് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ട് സിബുള്ളതുകൊണ്ട് അതിൽ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു കളറിലോട്ടാണ് ഞാൻ വെച്ചത്. അതിലോട്ട് വെച്ചപ്പോൾ ഇത് മറിഞ്ഞ് ഫോണ് താഴെ വീണ് പോയി. ഞാനത് അറിഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഫോണ് കാണാനില്ല. അപ്പോൾ തിരിച്ച് ഓടി വന്ന് നോക്കിയപ്പോൾ ഉംറയ്ക്ക് വന്നിട്ടുള്ള ഏതോ ഒരു ഇക്കാക്ക എനിക്ക് അവർ പുറത്തുള്ള ഏതോ ഭാഷക്കാരാണ് എങ്കിലും ഞാൻ വേഗം ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു തന്നു. അവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാം റാഹത്തായി അൽഹംദുലില്ലാ. അപ്പോൾ ഞങ്ങളിവിടെ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ടോർച്ച് ബിൽഡിങ് ചിലവർക്കൊക്കെ സൗദിയിലുള്ളവർക്കൊക്കെ അറിയാനുണ്ടാവും. ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിൽ എത്തും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. ഒരു ഫാമിലി ഗൾഫിലോട്ട് വരുമ്പോൾ ആവശ്യത്തിന് എന്തൊക്കെ കരുതണം എന്നുള്ളത് ഒരു ചെറിയൊരു ഷൂട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഉടനെ അപ്ലോഡ് ചെയ്യാം. താങ്ക്